തൃശൂർ ജില്ലയിലെ ബി.ജെ.പിയുടെ വളർച്ച തടയാനായില്ലെന്ന് CPM പ്രവർത്തന റിപ്പോർട്ട്. പാർട്ടി പ്രവർത്തന രീതികളിൽ അടിമുടി മാറ്റം വേണം. ക്രൈസ്തവ മേഖലയിൽ ബി.ജെ.പി സ്വാധീനം വർദ്ധിക്കുന്നു. കരുവന്നൂർ വിഷയം പാർട്ടിക്ക് കനത്ത ക്ഷീണമുണ്ടാക്കിയെന്നും പ്രാദേശിക ജാഗ്രത കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ, പ്രവർത്തന റിപ്പോർട്ടിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ സ്വയം വിമർശനം കടന്നു വരുന്നുണ്ട്? സൈഫു, നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഈ കരുവന്നൂർ വിഷയവും അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകളിലെ ചോർച്ചയും ഒക്കെ തന്നെ ഇതിൽ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ചർച്ചയായിരിക്കുന്നു, അല്ലെങ്കിൽ വിഷയമായിരിക്കുന്നു. ഒപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു, പരാമർശമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ രാവിലെ പറഞ്ഞാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ചയുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. പ്രവർത്തന റിപ്പോർട്ടിൽ പ്രധാനമായത് BJPയുടെ വളർച്ച തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിമർശനമായി ഉയർന്നു വരുന്നത്. BJP വലിയ തോതിൽ ഉയർന്നു വരുന്നു. അതായത് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഈ BJPക്ക് വലിയ വളർച്ച ഉണ്ടാവാൻ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് പ്രവർത്തന റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത്. അതായത് BJPയുടെ വളർച്ച തടയാൻ കഴിഞ്ഞില്ല. പാർട്ടി പ്രവർത്തനങ്ങളിൽ അടിമുടി മാറ്റം, അതായത് താഴേക്കിടയിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടായി വരേണ്ടതുണ്ട് എന്നൊരു വിമർശനം, ആ ഒരു ചൂണ്ടിക്കാട്ടൽ തന്നെയാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിലും ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ വിഷയം ക്ഷീണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് താഴേക്കിടയിൽ നിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലെ ഈ പ്രവർത്തനം അത് തടയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തനത്തിലെ പ്രതിസന്ധി, അതായത് ഈ പ്രാദേശിക ജാഗ്രത കുറവാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള, അതായത് BJPയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഈ കരുവന്നൂർ വിഷയങ്ങളടക്കം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണമായി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ക്രൈസ്തവ മേഖലയിൽ BJP വലിയ തോതിൽ വളർച്ച ഉണ്ടാകുന്നു, BJPക്ക് വലിയ വളർച്ചകൾ ഉണ്ടാകുന്നു. അതിൽ ഈ ക്രൈസ്തവ വോട്ടുകൾ പോലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്, വലിയ തോതിൽ BJPയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ നിന്നും ഈ ക്രൈസ്തവ വോട്ടുകൾ ചോർന്നു പോകുന്നു. ആ മേഖലയിൽ BJPക്ക് ഉണ്ടാകുന്ന വളർച്ചയും ഗൗരവമായി തന്നെ എടുക്കണം എന്നുള്ളൊരു വിഷയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കരുവന്നൂർ വിഷയം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലായാലും ശരി, അല്ലാത്ത കാര്യങ്ങളിലായാലും പ്രവർത്തനങ്ങളായാലും ശരി, ഈ കരുവന്നൂർ ഒരു വിഷയമായി അല്ലെങ്കിൽ ക്ഷീണമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിന് ജില്ലാതലത്തിലുള്ള നേതാക്കളടക്കം ഈ കരുവന്നൂർ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അത് പാർട്ടിക്ക് ഗുണകരമാവുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും അത് തിരിച്ചടിയായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. എന്തായാലും നമ്മൾ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പും കരുവന്നൂർ വിഷയവും ക്രൈസ്തവ വോട്ട് ചോർച്ച അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ട്. അത് ഇനി വരും ചർച്ചകളിൽ, വരും മണിക്കൂറുകളിലെ ചർച്ചകളിലൊക്കെ തന്നെ വിശദമായ ചർച്ചകളിലേക്ക്. ശരി അഖിൽ, എന്തായാലും തൃശൂർ CPM ജില്ലാ സമ്മേളനം തുടരുകയാണ്. പ്രവർത്തന റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണ് അഖിൽ നൽകിയത്.